ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ജപ്പാൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനായെ താകായിച്ചി, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സനായെ താകായിച്ചിയെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പറയുന്നത്. അവർ, നമുക്കറിയാം, ബ്രിട്ടൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർഗരറ്റ് താച്ചർ, അവർ ഒരു ഉരുക്കു വനിതയായിരുന്നു. ആ ഉരുക്കു വനിതയുടെ ആരാധികയായിരുന്നു ഇപ്പോഴത്തെ ജപ്പാൻ്റെ വനിതാ പ്രധാനമന്ത്രി സനായെ താകായിച്ചി. ജപ്പാൻ്റെ LDP, അതായത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ആണ് ജപ്പാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ ദീർഘകാലത്തെ ഭരണം കൊണ്ട് ജപ്പാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. അതുപോലെ തന്നെ പണപ്പെരുപ്പം വർദ്ധിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് സനായെ പ്രധാനമന്ത്രിയാവുന്നത്. മാത്രമല്ല, ഇവർ കടുത്ത ചൈന വിരുദ്ധതയാണ്. ഈ ചൈന വിരുദ്ധത കാരണം അവർക്ക് ജപ്പാനിൽ വളരെ പ്രചാരം ലഭിക്കുകയാണ്. കാരണം ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ അവർ വളരെയധികം വിജയിച്ചു എന്ന് വേണം പറയാൻ. അതിൻ്റെ പേരിൽ അവർക്ക് കൂടുതൽ ജനപിന്തുണ കിട്ടുകയാണ്. മാത്രമല്ല, ഈ LDPയുടെ ദീർഘകാലത്തെ ഭരണം മൂലം ജപ്പാൻ്റെ സാമ്പത്തിക സ്ഥിതി ചുരുങ്ങി ശോഷിക്കുകയാണ്. അപ്പോൾ 2020 ഷിൻസോ ആബെ എന്ന പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണ്. 2020 അദ്ദേഹത്തിൻ്റെ ആബണോക്സിക് എന്ന സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക പദ്ധതി ഇവർ അത് പരീക്ഷിക്കുകയാണ്. അങ്ങനെ ജപ്പാനെ വളരെ ഒരു ശക്തമായ ഒരു സാമ്പത്തിക രാഷ്ട്രമാക്കി എടുക്കാൻ അവർ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. മാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള ഇപ്പോഴത്തെ ജപ്പാൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ, അങ്ങനെ ഒട്ടനവധി വെല്ലുവിളികൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നേരിടുകയാണ്. ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി തൻ്റെ ഗുരുവിൽ നിന്ന്, അതായത് ഷിൻസോ ആബെയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജപ്പാനിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും എന്ന വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.